പറഞ്ഞോണ്ടിരിക്കടാ, ഞാൻ ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടും. ഇടണം ചേച്ചി. പിന്നെ അല്ലാതെ 49 രൂപ തുടങ്ങി എക്സ്ക്ലൂസീവ് ഇപ്പൊ എത്തി നിൽക്കുന്നത് 299 രൂപ. പറഞ്ഞോണ്ടിരിക്കടാ, എനിക്ക് ഗല്ലി വല്ലി മനസ്സിലായോ? ലല്ലി വല്ലി എന്നല്ല ചേച്ചിയുടെ അഭിപ്രായം, ലല്ലി പല്ലി എന്ന് പറയണം. അതായിരിക്കും അതിന്റെ ഒരു ഇമ്പോ, അതായിരിക്കും. അതായത് കാണുന്നവർക്ക് പെട്ടെന്ന് കണക്ട് ആവുകയും ചെയ്യും. ചേച്ചി എക്സ്ക്ലൂസീവുകാർക്ക് വേണ്ടിയിട്ട് 299 രൂപ അടച്ചവർക്ക് വേണ്ടിയിട്ട് ദാട്ടെ നാപ്റ്റോൾ അവതരിപ്പിക്കുന്നു പുതിയ പ്രോഡക്റ്റ്. ഇപ്പോൾ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നലെ ട്രേസർ ഇറങ്ങുവാണ്. വിവാദം നടന്നുകൊണ്ടിരിക്കുന്നതല്ല, കേസ് നടന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെ വേണം പറയാൻ. തീർച്ചയുടെ പടവുകൾ ഓരോ പടിയായി എടുത്തു വെച്ച് ഇനി എടുത്തു വെച്ചതാണോ ആരെങ്കിലും എടുത്തു വെപ്പിച്ചതാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ എന്തായാലും രേണുസുതി എത്തി നിൽക്കുന്നത് പനയുടെ നാട്ടിലേക്കാണ്. പനയാണോ പഴം? ഈന്തപ്പഴത്തിന്റെ നാട്ടിലേക്കാണ്. അങ്ങനെ ഈന്തപ്പഴത്തിന്റെ നാട്ടിലെത്തിയിരിക്കുന്നത് ഈന്തപ്പഴം പറിക്കാൻ വേണ്ടിയിട്ടല്ല. അവിടെ ഏതോ ഒരു കിങ്ങിണിയോ ബാലാമണിയോ എന്ന് പറയുന്ന ഒരു ചാരായ ഷാപ്പ് ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തകർത്ത് തിമിർത്തുകൊണ്ടിരിക്കുകയാണ്. 2-ാം തീയതിയാണ് സുഹൃത്തുക്കളെ എത്തുന്നത്. എന്നാൽ ഇവിടുത്തെ ഒരു കാര്യങ്ങളും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് സുഖചികിത്സയ്ക്ക് പോകുന്ന ഒരു മന്ത്രിമാർ, ഈവൻ മുഖ്യമന്ത്രി സഹിതം പോലും ആരെങ്കിലും പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടായിരിക്കും അവരവരുടെ കർത്തവ്യം നിർവഹിക്കാനായിട്ട് അവിടെ പോകുന്നത്. പക്ഷെ രേണുസുതി അങ്ങനെയല്ല. അവിടെയാണെങ്കിലും ഇവിടെ വിവാദത്തിന് ചെറിയൊരറ്റത്ത് ചെറിയ മൂലയിലെങ്കിലും ഒരു ചെറിയ തിരി കൊളുത്താൽ അവർക്ക് പോകാനായിട്ട് കഴിയത്തില്ല. ഇട്ടിരിക്കുന്ന എക്സ്ക്ലൂസീവിൽ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അതായത് ഇത്രയും വിതുമ്പി നിന്ന് ഞങ്ങളെക്കുറിച്ചും എല്ലാവരെയും കുറിച്ചും സംസാരിച്ചതിന് ശേഷമായി ഇട്ടിട്ടുള്ള ഫോട്ടോ, അത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരാം. അപ്പോഴാണ് ആ ചേച്ചിയുടെ കർമ്മബോധവും കർമ്മനിരതരഹിതമായിട്ടുള്ള ഓരോ പരിപാടികൾ കാണുമ്പോഴത്തേന് മനസ്സിനൊരു ആശ്വാസവും ശാന്തിയും ഒക്കെ ലഭിക്കുന്നത്. എനിക്ക് മാത്രമല്ല, പല വ്യക്തികൾക്കും ചിലപ്പോൾ അതുപോലുള്ള ശാന്തിയും ആശ്വാസവും ഒക്കെ ലഭിക്കുന്ന കാര്യം തന്നെ ആയിരിക്കും. എന്തായാലും ആ നാട്ടിലിരിക്കുന്ന ചേച്ചി കഴിഞ്ഞ ദിവസം ഞാൻ, ഡാനി സത്യൻ, മനു, ഞങ്ങൾ 3 പേര് ഇരുന്നൊരു വീഡിയോ ചെയ്തായിരുന്നു. ഈ ഡാനി സത്യൻ എന്ന് പറഞ്ഞ സത്യത്തിൽ ഡാനി സത്യൻ അല്ല അവിടെ ഇരുന്നത്. ഈ രേണുസുതി എന്നെയും കൂടെ പറഞ്ഞ് തെറ്റിക്കാനായിട്ട് ഇരിക്കുവാണല്ലോ. കൂടെ ഇരുന്നത് വിവിയ, അതായത് വിവി ഹിയർ ചാനലിലെ ആയിരുന്നു. രേണുസുതിക്ക് എന്തോ പറ്റി അറിയത്തില്ല. കാണുന്നെല്ലാം മഞ്ഞയായി തോന്നുന്നത് മഞ്ഞപ്പറ്റം വരുമ്പോൾ ഇനി കാണുന്നതല്ല, ഇനി ഡാനിയോടുള്ള പ്രണയം മൂത്തിട്ട് ആരെ കണ്ടാലും ഡാനിയായിട്ട് തോന്നുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഡാനി എന്താണെങ്കിലും നീ ലക്കിയാടാ, നീ ലക്കിയ സ്വന്തമായിട്ട് അടിക്കാമല്ലോ. ഇനി ഷാപ്പിന്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ അടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ ചേച്ചി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. എക്സ്ക്ലൂസീവ് എടുത്ത് എക്സ്പോസ് ചെയ്തുകൊണ്ട് കുറച്ച് വീഡിയോസ് അല്ലെ കുറച്ച് നേരം ഒരു സംസാരിച്ചു. ചേച്ചി അതിനകത്ത് പിടിച്ചുകൊണ്ട് നമ്മളെ ആരും അറിയത്തില്ല, ഡോണി സത്യം കൂടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സംഭവം ഇട്ട്. ഞാൻ ആദ്യം അതൊന്ന് കാണിക്കാം. അതിനുശേഷം ചേച്ചി കാണിച്ചു വിട്ടുന്ന അടുത്തൊരു പരിപാടിയുണ്ട്. പിന്നെ വിവാദപരമായിട്ട് അടുത്തൊരു സാധനത്തിന് തിരി കൊടുത്ത് വിട്ടിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം അല്ല, 3 ചേട്ടന്മാരും കൂടി ഇരുന്ന് 3 പേര് ഇരുന്ന് വീഡിയോ പറയുന്ന കണ്ടല്ലോ എന്നെ പറ്റി നെഗറ്റീവ്. അതിന്റെ അടി അതൊക്കെ രേണുസുതി കാണാൻ തുടങ്ങിയോ? പണ്ട് ഓരോ ഇന്റർവ്യൂവിലും രേണുസുതി പറയുന്നത് ഇങ്ങനെ ഒന്നും ഞാൻ നോക്കാറില്ല, ഇതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല, ഞാൻ എന്റെ കാര്യം നോക്കി പോകുന്നു എന്നൊക്കെ ആയിരുന്നല്ലോ. ഇതൊക്കെ കാണുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് പെരുത്ത് സന്തോഷമായിരിക്കണം നമുക്ക്. കമന്റിലേക്ക് വായിച്ചിരുന്നു രേണുസുതി ഞങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളൊക്കെ വായിക്കാൻ തുടങ്ങിയിരിക്കണം. കാലത്തിന്റെ ഒരു പോക്കേ, ഒരു ചേഞ്ചേ. സ്വന്തം വീഡിയോയുടെ താഴെ പോലും ഒരു കമന്റ് വായിക്കത്തില്ല എന്ന് പറയുന്നതും, തനിക്കെതിരെ വരുന്ന വീഡിയോസ് ഞാൻ കണ്ട് സമയം പോലും കളയാതെ കാറിനുള്ളിൽ ബാക്ക് സീറ്റിലേക്ക് കയറി ഹെഡ്ഫോൺ എടുത്ത് വെച്ച് പാട്ട് കേട്ടുകൊണ്ടാണ് എന്റെ ജീവിതത്തിന്റെ 95% ഞാൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു രേണുസുതി ഉണ്ടായിരുന്നു. കാലത്തിന്റെ ഒരു പോക്ക് ഞങ്ങളുടെ പല വീഡിയോസ് എടുത്ത് വെച്ച് അതിന്റെ കമന്റ് ബോക്സ് വരെ എടുത്ത് വീക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തി, അല്ലെങ്കിൽ എത്തിച്ചു, അല്ലെങ്കിൽ എത്തിച്ചേർന്നു, അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. റിയലി ഗ്രേറ്റ്. ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഓക്കെ, നാണമില്ലടാ നിനക്ക്. ആ തൊപ്പി വെച്ച് എനിക്കൊന്നും ഡാനി സത്യനാന്ന് തോന്നുന്നു. മറ്റോമാരെ കണ്ടില്ല എനിക്കറിയാം. ഡാനിയുടെ തന്താനെ 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 നാനേ നാനേ തന്താനെ തന്താനെ തന്താ. ചെറിയൊരു ഇഷാ തൽവാറിന്റെ ഒരു കട്ടൊക്കെ ഉണ്ടല്ലേ. ഡാനി കാണുന്നെല്ലാം ഡാനിയായിട്ടാ തോന്നുന്നത്, എന്താന്ന് അറിയത്തില്ല. അറിയാം എന്റെ നെഗറ്റീവ് അടിക്കുന്നത്. എടാ നീയൊക്കെ പറഞ്ഞോണ്ടിരിക്കടാ, ഞാൻ ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടും. ഇടണം ചേച്ചി. പിന്നെ അല്ലാതെ 49 രൂപ തുടങ്ങി എക്സ്ക്ലൂസീവ് ഇപ്പൊ എത്തി നിൽക്കുന്നത് 299 രൂപ. നിങ്ങൾക്ക് 299 രൂപ 2 GB നെറ്റ്, അൺലിമിറ്റഡ് കോഡ്, അൺലിമിറ്റഡ് മെസ്സേജ് ആയിരിക്കും കിട്ടുന്നത്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രേണുസുതിയുടെ അതിഗംഭീരമായിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 299 രൂപ കൊടുക്കൂ, മേടിക്കൂ, 1 മാസത്തേക്ക് ഓടൂ. മാസം അവസാനം എത്താറാകുമ്പോഴത്തേക്കിന് ചേച്ചി ഒരു അതിക്രമം ചിലപ്പോൾ കാണിക്കും. അതായത് കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആകും. ഇപ്പൊ ബിച്ചു എക്സ്പോസ്ഡ് ആയിരിക്കുന്നില്ലേ, അതുപോലെ. അപ്പം പൈസ പിന്നെ 100 രൂപ കൂടും, 399 ആവും, 499 ആവും, 599 ആവും. അങ്ങനെ ഹോട്ട്സ്റ്റാറിനെ ചേച്ചി കടത്തിവിട്ടു. അങ്ങനെ കടത്തിവെട്ടി പലരെയും കടത്തിവെട്ടി മുന്നിലെത്തും. അങ്ങനെ ഈ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ അല്ല, പാൻ ഇന്ത്യൻ തരത്തിൽ എനിക്ക് തോന്നുന്നു രാഷ്മിക മന്ദാനെ വരെ ഏറ്റവും അടുത്ത് കടത്തിവെട്ടാനായിട്ട് ചാൻസ് ഉള്ളത് രേണുസുതിക്കാണ്. അത് ആ രീതിയിലുള്ള
പ്രൊമോഷൻ അല്ലേ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചേച്ചിക്ക് വേണ്ടിയിട്ട്. ഇതിലൂടെ ഞാൻ വീണ്ടും പറയുക, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ കാണണം, നിങ്ങൾ കണ്ട അഭിപ്രായം വിലയിരുത്തണം. ഓക്കെ, നീയൊക്കെ ഇനി പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കും. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, മനസ്സിലായോ? അത് എന്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഇല്ലേ, നിന്നെയൊക്കെ ഞാൻ വെല്ലുവിളിക്കുക. നീയൊക്കെ ഇനി ഇട്ടോണ്ടിരിക്കടാ, ഞാൻ ഇനി എന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ഇട്ടോണ്ടിരിക്കും. ചേച്ചിയുടെ സംഭവം എന്താണെന്നറിയോ, നമ്മളെ അങ്ങ് പ്രവോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചേച്ചിക്കെതിരെ വീണ്ടും വീഡിയോ ഇടുമ്പോഴത്തേക്കിന് ചേച്ചിക്ക് ചിലപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കേണ്ട പ്രൊമോഷൻ ഞങ്ങൾ ഈസി ആയിട്ട് അടിച്ചു കൊടുക്കുമല്ലോ. അയ്യടാ, നല്ല ഐഡിയ തന്നെ കേട്ടോ. ഉരുട്ട് പുതിയ കൈ ഇരിക്കുന്നത്, സ്വഭാവം അതുപോലെ തന്നെ, പണി അതുപോലെ തന്നെ. അപ്പൊ പിന്നെ ചേച്ചി പറഞ്ഞിരിക്കും നമ്മളെ പ്രൊമോട്ട് ചെയ്യാമല്ലോ, നമ്മളങ്ങ് പ്രൊമോട്ട് ചെയ്ത് തരാം. അപ്പൊ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേന് ചേച്ചി കാണിക്കുന്ന കാര്യങ്ങളും കുറ്റവും കുറവും സ്വഭാവം മറ്റേതും മറിച്ചതും പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും, പഴയതിനകത്ത് അങ്ങനെ പറഞ്ഞാലും പുതിയതിനകത്ത് ഇങ്ങനെ പറഞ്ഞാലും അവരുടെ കൂടെ പോയി ഇവരുടെ തുണിയെടുത്ത് മറ്റൊരു തുണിയെടുത്ത് മറ്റേത് മറിച്ചത് ലൈൻ്റെ ഇടയിൽ കണ്ടു അതിന്റെ മൂട്ടിയിരിക്കുന്നവരിൽ അപ്പുറത്തൂടെ പാസ് ചെയ്തു പോയി. ഇന്നലെ ഞാൻ കണ്ട് ഏതൊരു ഓട്ടോക്കാരന്റെ മുന്നിൽ എടുത്ത് ചാടിപ്പോയി ഓട്ടോക്കാരനെ ഇങ്ങനെ നോക്കിയിട്ട് പോയെന്നൊക്കെ പറയുന്നത് കേട്ടു. അതൊക്കെ നമ്മൾ എടുത്ത് വെച്ചങ്ങ് പറയും. നമുക്ക് പല ആരെങ്കിലുമൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും, അത് നമ്മൾ എടുത്ത് വെച്ചാൽ കാണിക്കും. എന്തേ കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നും കാണത്തില്ല. കാരണം ഈസി പ്രൊമോഷൻ, വെരി ഈസി പ്രൊമോഷൻ. ഇതിലൂടെ നമുക്കും ലാഭം, നിങ്ങൾക്കും ലാഭം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നിങ്ങളുടെ മുഖം ആരുടെയെങ്കിലും ചാനലിൽ കണ്ടാൽ മതി. നമ്മൾ ഉദ്ദേശിക്കുന്നത് അവൻ്റെ പരിപാടി ഉള്ളതില്ല 10 എടുത്ത് കാണിച്ച് അടങ്ങത്തുള്ളൂ. നമ്മളത് കാണിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നമുക്ക് ഇഷ്ടപ്പെടും, കാണുന്നവർക്ക് ഇഷ്ടപ്പെടും. ഈ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതോടെ കാണാൻ പോയി കുഞ്ഞിക്കും. ശരിയെന്നാ അടുത്തത്, നീക്ക് നിന്റെ കാര്യം നോക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെ കൊണ്ട് നിനക്കൊക്കെ എന്തായാലും കഴിക്കുന്നുണ്ടല്ലോ, അപ്പൊ നീയൊക്കെ ഇട്ടോണ്ട് 3 പേരും കൂടെ എനിക്ക് വേണ്ടി കഴിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് കഴിക്കാൻ മേടിച്ചു തരുന്നുണ്ട്, അതറിയാവോ? ആ എല്ല് പട്ടിക്കും കൊടുത്തിട്ടിരിക്കണേ. ഇരുന്ന് എനിക്കെതിരെ പറയുന്നത്, നീയൊക്കെ ഇരുന്നോണ്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ട ഞാനങ്ങ് നിർത്തുന്നാണോ വിചാരം? നിർത്തത്തില്ലടാ, ഞാൻ നിർത്തത്തില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്തു തുടങ്ങി. നീയൊക്കെ ഇല്ലേ, നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ വേറെ വല്ല പെണ്ണുങ്ങളെ ഇങ്ങനെ പറയാൻ നോക്കൂ. നിന്റെയൊക്കെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വേറെ വല്ല പെണ്ണുങ്ങളെ ഇങ്ങനെ പറയാൻ നോക്കാന് അതിന്റെ ആവശ്യം എന്ത്? ഞങ്ങൾ രാവിലെ 9 മണിക്ക് ഉറക്കം എഴുന്നേറ്റിട്ട് മറ്റേ റോഡിൽ കൂടെ പോകുന്ന പെണ്ണുങ്ങളെയും വീട്ടിനപ്പുറത്തുള്ള പെണ്ണുങ്ങളെയും റോഡിൽ കാണുന്ന പെണ്ണുങ്ങളെയും എല്ലാം കൂടെ അങ്ങോട്ട് പോയി കളക്ട് ചെയ്തിട്ട് അവരെക്കുറിച്ച് പോയിരുന്ന ഓരോ ഡയലോഗുകൾ അടിക്കല്ല നമ്മുടെ ജോലി. ചേച്ചിക്ക് എന്തോ മാനസികമായിട്ടും അല്ലെങ്കിൽ എന്തോ ഒരു തകരാറുപരമായിട്ട് എന്തോ ഒരു കാര്യം ലേറ്റസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. അല്ല ഇങ്ങനെ പറയത്തില്ല, റോഡിൽ കൂടെ പോകുന്ന പെണ്ണുങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ എന്തിനാണ് അപവാദം പറയുന്നത്? അല്ല ഇങ്ങനെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇടുന്ന ആൾക്കാരെ കുറിച്ച് ഞങ്ങൾ എന്തിനാണ് പറയുന്നത്? കഴിഞ്ഞ ദിവസം രേണുസുതിയുടെ വീഡിയോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏതോ പാൽപ്പായസം എന്ന് പറയുന്ന ഒരു വെബ് സീരീസിനകത്ത് അഭിനയിച്ചൊരു പെണ്ണുണ്ടല്ലോ, അതായത് അത് ഇച്ചിരി ഹോട്ടാ ആ സീരീസ്. ഇപ്പം എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞ് കൊച്ചൊക്കെ ആയിട്ട് നല്ല അന്തസ്സായിട്ട് താമസിക്കുന്ന ഒരു പെണ്ണ്, അവൾ ഒന്ന് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടല്ലോ. അപ്പൊ സ്ഥിരം വീഡിയോ ചെയ്യുന്ന ഞങ്ങളാണെന്നുണ്ടെങ്കിൽ എനിക്കത് തൂക്കിയെടുത്ത് വെച്ച് ചെയ്യാമല്ലോ, ഇത് ചെയ്തില്ല. അവളൊരു ഈ പറയുന്ന ഹോട്ട് മൂവീസിൽ സെക്സി ആയിട്ട് അഭിനയിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ പോലും അവള് വന്നിട്ട് എന്റെ മറ്റേതാണ് മറിച്ചാണ് എന്റെ കുഞ്ഞിതാണ് ഞാൻ ഇവര് വേണ്ടിയാണ് അവിടെ പോയി കിടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടോ? പറയുന്നില്ല. അവരവരുടെ ജോലി ചെയ്യുന്നു, അവരവരുടെ പോകുന്നു. ഇപ്പൊ പരിപാടി നിർത്തിയെന്ന് തോന്നുന്നു, പൂട്ടിക്കെട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളത് ചെയ്യുന്നില്ല. പിന്നെ വഴിയെ പോകുന്നവരെ നമ്മൾ എന്തിനാണ് എടുത്തു വെച്ച് ഊക്കുന്നത്? നീ നിന്റെ നിലവാരം മറക്കണ രേണുസുതി, ഇച്ചിരി കൂടെ കയറി വരണം. സാധാരണ ഓരോരുത്തര് ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് മുന്നിലേക്ക് വരുമ്പോഴത്തേന് ഹൈയിലേക്കാണ് പോകുന്നത്. രേണുസുതി ഹൈയിലാണെന്ന് പറഞ്ഞ് ആരോ പറഞ്ഞു പറ്റിച്ച് താഴേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ജാഗരൂകരായിട്ടിരുന്നോണം കേട്ടല്ലോ. പെണ്ണുങ്ങളെ ഇങ്ങനെ പറയാൻ നോക്കൂ, നിന്റെയൊക്കെ മോന്തക്കുറ്റി അടിച്ചു പൊട്ടിക്കും. എന്നോടായോണ്ട് നിനക്കൊക്കെ എന്തും പറയാം, മനസ്സിലായോ? മോന്തക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്ന പബ്ലിക്കായിട്ട് ഞങ്ങളെ ആക്രമിക്കുമെന്ന് ഇതെന്തോ അതിന് പറയുന്ന ഇത് സെക്ഷനെ കണ്ടല്ലേ, ഒരു സാധനമല്ലേ ഞങ്ങളെ ആക്രമിക്കുമെന്ന്. പോട്ടെ, ഇല്ല നമ്മളങ്ങനൊന്നും ചെയ്യത്തില്ല. നമ്മളൊരിക്കലും രേണുസുതി അങ്ങനെയുള്ള പരിപാടി ഒന്നും കാണിക്കത്തില്ല കേട്ടോ. അത് രേണുസുതിക്ക് പറഞ്ഞോണ്ടിരിക്കടാ, എനിക്ക് ലല്ലി വല്ലി മനസ്സിലായി. ലല്ലി വല്ലി എന്നല്ല ചേച്ചിയുടെ അഭിപ്രായം, ലല്ലി പല്ലി എന്ന് പറയണം. അതായിരിക്കും അതിന്റെ ഒരു ഇമ്പോ, അതായിരിക്കും. അതായത് കാണുന്നവർക്ക് പെട്ടെന്ന് കണക്ട് ആവുകയും ചെയ്യും. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് കണ്ടല്ലോ ചേച്ചി, ഈ ഡ്രസ്സ് അങ്ങോട്ട് ഇട്ട് ഞങ്ങൾക്കെതിരെ ഒരു വീഡിയോ അങ്ങോട്ട് ചേച്ചി വലിയ രീതിയിൽ അങ്ങോട്ട് ഇട്ടതിന് ശേഷം നേരെ ചെന്നിട്ട് എവിടെ നമ്മുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റിലോട്ട് നേരെ ചെല്ലുന്നു. തണ്ട് ഈ ഫോട്ടോ ചേച്ചി എക്സ്ക്ലൂസീവുകാർക്ക് വേണ്ടിയിട്ട് 299 വരെ അടച്ചവർക്ക് വേണ്ടിയിട്ട് ദാണ്ടെ നാപ്റ്റോൾ അവതരിപ്പിക്കുന്നു പുതിയ പ്രോഡക്റ്റ്, പുതിയ സാധനം എടുത്ത് വിട്ട്. അപ്പൊ ചേച്ചിയുടെ ദേഷ്യം അത്രേ ഉള്ളൂ. അതായത് നമ്മൾ എന്ന് പ്രൊവോക്ക് ചെയ്ത് വിടും. തൊട്ടപ്പുറം പോയിട്ട് എക്സ്ക്ലൂസീവ് 299 വേണ്ട ഒരു 10 വീണ്ടും കറക്റ്റ് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ 10,000 രൂപ വീണ്ടും എന്റെ കയ്യിലേക്ക് വരട്ടെ. ദാണ്ടോ, അതാണ് ചേച്ചി, ഇതാണ് ചേച്ചിയുടെ പരിപാടി. അവസാനം വാടി, അവസാനം ഡി, അവസാനം അതും കാണത്തിലൊരു വള്ളി, അതോടെ പരിപാടി തീരും.
അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേന് ചേച്ചിയുടെ തന്നെ ഇതേ മറ്റേ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയായിരുന്നില്ല, വിവാദപരമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നില്ല. അത് വിവാദം എന്ന് വെച്ചാൽ വിവാദം തന്നെ. അതിനകത്തോട്ട് ഒരു ഈ പറയുന്ന കള്ളിൻ്റെ പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ദേവ് ടോക്സ് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. എല്ലാം കൊടുത്തിട്ടുള്ള ഒരു എക്സൈസിന് കൊടുത്ത കേസിന്റെ ഭാഗമായിട്ട് ഇത് പ്രോപ്പറായിട്ട് അവർക്ക് ഫൈനും കാര്യങ്ങളൊക്കെ വന്നെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാസ് എന്ത് രേണുസുതി, നിങ്ങൾക്കെതിരെ വരുന്ന വീഡിയോസിനെ മാത്രം സംസാരിക്കാതെ നിങ്ങൾക്കെതിരെ വരുന്ന കേസിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കൂ. നിങ്ങളെ ആരാധിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ജനക്കൂട്ടങ്ങളില്ലേ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അകത്ത് നാപ്റ്റോൾ അവതരിപ്പിക്കുന്ന പ്രോഡക്റ്റ് കാണാനായിട്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങളൊരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ പറഞ്ഞു കൊടുക്കൂ പ്ലീസ്. ഇത് പറ്റുന്നില്ല പ്ലീസ്. ഞാൻ കാണിച്ചില്ല. ഹായ് ഹലോ, രേണുസുതിയാണ്. അപ്പം നമ്മുടെ വിവാദപരമായിട്ടുള്ള ആൽബത്തിന് ടീസർ ഇറങ്ങുകയാണ്. കള്ളിപ്പെണ്ണും കള്ളുകുത്തിയും. ഞാനേ പ്രതീക്ഷ ദാസനം കോഴിക്കോട് അഭിനയിച്ച അയ്യോ എല്ലാം വലിയ വലിയ ആൾക്കാരാണല്ലോ. നമ്മുടെ വിവാദപരമായിട്ടുള്ള ഷോർട്ട് ഫിലിം ആരുടെ നമ്മുടെ ഞങ്ങൾക്ക് ആർക്കും ഒന്നും വേണ്ട, ഞങ്ങളൊന്നും നോക്കാറില്ല. നിന്റെ വിവാദപരമായിട്ടുള്ള ഷോർട്ട് ഫിലിം അത്രേ ഉള്ളൂ. ലച്ചു RJ ലച്ചു ഡയറക്റ്റ് ചെയ്ത കള്ളിപ്പെണ്ണും കള്ളുകുത്തി ഇപ്പോൾ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നലെ ടീസർ ഇറങ്ങുവാണ്. അപ്പോൾ ഉടനെ വിവാദം നടന്നുകൊണ്ടിരിക്കുന്നതല്ല, കേസ് നടന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെ വേണം പറയാനായിട്ട്. ഇറങ്ങുന്നു, ആൽബം ഉടനെ ഇറങ്ങുന്നതായിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് വേണം. സോ താങ്ക് യു സോ മച്ച്. പിന്നെ മൊത്തം പ്രൊമോഷൻ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ പറഞ്ഞ മൊത്തം കേസായിരുന്നു. ഈ ഷോർട്ട് ഫിലിം ഇറങ്ങിയ സമയത്ത് ഇവരെല്ലാം കൂടെ ഇഴുക്കി ചേർത്ത് കുറെ സീനുകളൊക്കെ അഭിനയിച്ചായിരുന്നു. അതൊക്കെ പുറത്തു വന്ന് ഭയങ്കരമായിട്ട് സംസാരിച്ചു. ഇത് പോരാഞ്ഞിട്ട് ഈ പടത്തിന്റെ ഇവരുടെയും പ്രൊമോഷന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് റീൽ എടുക്കാനായിട്ട് ദാസൻ കോഴിക്കോടും ഈ പെണ്ണും ഒക്കെ ചേർന്നിട്ട് ഓരോ ഇന്റിമേറ്റ് സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുകയും അവസാനം ഈ ഡയറക്ടർ RJ ലച്ചു എന്ന് പറയുന്ന പെണ്ണ് വന്ന് അവസാനം പറഞ്ഞു ഇതൊന്നും നമ്മുടെ പരിപാടിയല്ല, നമ്മുടെ സീനിനകത്തുള്ളതല്ല, ഇതൊക്കെ അവരുടെ സീനായിട്ട് തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് സ്വന്തം പ്രൊമോഷനും സ്വന്തം മനസുഖത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണെന്ന്. അങ്ങനെ ഡയറക്ടർ തന്നെ വിവാദത്തിന് നല്ല രീതിയിൽ കൊളുത്തി വിട്ടിട്ടുള്ള കള്ളിപ്പെണ്ണും കള്ളുകൂടിയതും കപ്പ കഴിച്ചവനുമായിട്ടുള്ള പുതിയ സാധനം വന്നിട്ടുണ്ട്. ഞാനും അതിന്റെ പ്രൊമോഷൻ അതിനൊക്കെയാണ്. പോയി കാണുക, രേണുസുതിയെ അനുഗമിക്കുക, സന്തോഷപ്പെടുത്തുക, ഇതാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും ചെയ്തു കൊടുക്കുക. അപ്പം രേണുസുതി വിവാദത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി 299 രൂപ, ഉടനെ തന്നെ 399 രൂപ ആവുന്നതിന് മുമ്പ് നിങ്ങൾ ഉടനെ ചെല്ലു. നാപ്റ്റോളിൽ പുതിയ എക്സ്ക്ലൂസീവ് വരുന്നതായിരിക്കും. ചെന്നെടുക്കുക. ആക്രമിക്കാനല്ല, കാണുക, കണ്ട് ആസ്വദിക്കുക, മനസ്സ് കോണയുക. ഏത് സമയം എപ്പോഴും രാത്രി 12 മണിക്ക് 1 മണിക്ക് 3 മണിക്ക് ഉറങ്ങുന്നതിന് മുമ്പ് വരെ നിങ്ങൾക്ക് എടുത്തു വെച്ച് കാണാൻ പറ്റുന്ന അതിമനോഹരമായ കാഴ്ച വിരുന്നുകളാണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വർണ്ണവിസ്മയത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ആനന്ദത്തോടുകൂടി ജയിന്റ് വെയിലിൽ നിന്നും രാത്രി 8:30 താഴേക്ക് നോക്കുമ്പോൾ ഒരു സിറ്റിയുടെ വെളിച്ചങ്ങൾ എത്ര മനോഹരമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അത്ര മനോഹരമായി കാണാൻ കഴിയുന്ന ഒരുപാട് രംഗങ്ങളായിരിക്കും അവിടെ എക്സ്ക്ലൂസീവ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്റ്റേ ട്യൂൺഡ് രേണുസുതി. അപ്പം രേണുസുതി ചേച്ചി നമുക്കെതിരെ വീഡിയോ ചെയ്തൊക്കെ ഉണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഇനി കീപ് ഗോയിങ് എന്നേ മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പം വി വിൽ ട്രൈ ടു ലെവൽ ബെസ്റ്റ് ടു പ്രൊമോട്ട് യു പ്രൊമോട്ട് me promote you, we both promote us. Okay, thank you.